ഹലോ കൂട്ടുകാരൻ, ഞാൻ നിങ്ങളുടെ മേജാബിക. ഞാൻ രാവിലെ തന്നെ എണീച്ച് ശുശൊക്കെ വെച്ചപ്പോൾ എനിക്കിത് പാമ്പച്ചൊക്കെ മാറ്റിയിട്ട് ഇതുപോലത്തൊരു ഷാനം കെട്ടിട്ട് എനിക്ക് ഇതിൽ വലിയ ഷുഗൊന്നുമില്ല കേട്ടോ കേൾക്കാൻ. എന്നാലും ഞാനിങ്ങനെ കാഴ്ച കണ്ടിങ്ങനെ കേൾക്കാൻ. ഉമ്മ എന്താ വന്ന് പാലൊന്നും തരാട്ടെ, ഇവരെന്താ കുശു പറയുന്നത്, എന്താണ് ഇവരിങ്ങനെ കഥ പയ്യുന്ന കേട്ടോണ്ട് നിൽക്കുമ്പോൾ ഇതാ സ്കൂട്ടറിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നത്. ഇത് സ്കൂട്ടറിൽ വന്ന ആളാരെന്നറിയാം, പിഞ്ചു വന്നോണ്ട് തന്നെ എൻ്റെ കുപ്പായൊക്കെ മാറ്റിയത് ഇങ്ങനെ കമത്തി കത്തി ഇങ്ങനെ ഉഞ്ഞയാണ്. എന്ത് ചുഖാന്നറിയാം, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉയൽ കിട്ടുമ്പോൾ നല്ല സുഖമുണ്ട്. ഞാനിങ്ങനെ ആശ്വസിക്കായിരുന്നു. എന്തൊരു സുഖമാണോ, ലേശം കൂടി ഉഞ്ഞാട്ട് ലേശം കൂടി ആരൊക്കെയോ വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ എന്നാലോചിച്ച് നിൽക്കുമ്പോഴേക്കും എന്നെല്ലാവരും കൂടി പോയി അമ്മായിൻ്റെ മടിയിൽ കൊണ്ടിരുത്തി. എൻ്റെ തലയിലൊക്കെ എന്തൊക്കെയോ തൊട്ട് പഠിച്ചോന്ന് ഇപ്പല്ലേ മനസ്സിലായത്. എൻ്റെ തല മൊട്ടത്തലയാക്കി കോയിമുട്ട പോലെ ആക്കാനുള്ള പരിപാടിയാണ്. എനിക്കങ്ങനത്തെ കലിപ്പ് വന്നിട്ട് ഞാൻ എല്ലാവരോടും ഇങ്ങനെ നോക്കി. പിന്നെ ചൊക്കം വന്നിട്ട് വയ്യ, എനിക്ക് പാപ്പിമാമൻ കിട്ടിക്കൂല. കൊച്ചു മുന്നേ പാപ്പിമാമൻ കൊച്ചതാണ്. അപ്പോഴേക്ക് എന്നെ എല്ലാവരും വന്ന് എടുത്തെടുത്തെടുത്ത് എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം നോക്കാം, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എല്ലാവരോടും ഇങ്ങനെ കലിപ്പിൽ നോക്കിയിട്ടോ. എൻ്റെ തല മൊട്ടടിക്കുന്നുണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വന്ന് അങ്ങനെ എന്നെ കുപ്പിച്ച് മാറ്റിയതപ്പോൾ ഈ മൊട്ടത്തലയിൽ പിന്നെ കുറവേ ഉള്ളൂ. ഒരു കമ്മിച്ചിടുന്നോ പൗഡറിടുന്നോ എന്തൊക്കെയോ ചെയ്യുന്നത്. എനിക്ക് ആദ്യമാണ് കേട്ടോ കമ്മിച്ചിടുന്നത്. എൻ്റെ സ്ഥിതിയാണ് കേട്ടോ ചെയ്തതെന്ന്. പിന്നെ ഇതപ്പോൾ എല്ലാവരും കൂടി എനിക്ക് സ്വർണ്ണങ്ങളൊക്കെ ഇട്ടുതരാണ്. ഇബ്ബായി മാലിട്ട് തന്ന്, പിന്നെ ഇതാ മമ്മി വന്നിട്ട് കരഞ്ഞാനിട്ട് തന്ന്, അങ്ങനെ എല്ലാവരും വെച്ച് കുറേ സ്വർണ്ണമൊക്കെ തന്ന്, കൈച്ചേനും വളയും പച്ചരും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തന്നിട്ടോ. എനിക്ക് നല്ല സന്തോഷമായി. പക്ഷെ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യേ. അപ്പം എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനങ്ങനെ ഫോട്ടോ എടുക്കണേ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എന്നെ കാണാൻ ഇപ്പോൾ സൂപ്പറായില്ലേ. ഒക്കെ വന്നിട്ട് ഒങ്ങാണ്ട് കേൾക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിത്തരും അമ്മമ്മ എന്ന് പറഞ്ഞപ്പോൾ ഇച്ചൊരു നല്ല പാട്ട് പാടിത്തന്നെ. അമ്മയും അച്ഛനും ചാരത്തിരിപ്പൂ ചെമ്മേ നീയൂറോമന കുഞ്ഞേ ഓമന കണ്ണുകൾ ചിമ്മുന്നു കൺമണി. അങ്ങനെ ഉമ്മമ്മൻ്റെ കുറേ പാട്ടൊക്കെ കേട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങിയാണ് വെച്ചാൽ. അപ്പോഴേക്ക് എല്ലാവരും വന്ന് എടുത്തിട്ടോ. അപ്പോൾ എനിക്ക് നല്ല ബിരിയാണി മാമൂൻ്റെ മണക്ക വരുന്നുണ്ട്. എന്താണ് പിച്ച് തരാണ്ട് എല്ലാവരും ബിരിയാണി മാമൊക്കെ തിന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഇച്ച് പാപ്പി മാത്രമാണ് കേട്ടോ തന്നത്. പിന്നെ എല്ലാവരും കൂടി എന്നോട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. പിഞ്ചു ദീദി ഉണ്ട്, അങ്കുരു ദീദി ഉണ്ട്, ജിഷു ദീദി ഉണ്ട്, ഉമ്മമ്മ ഉണ്ട്, ചിന്നാത്തുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി വന്നപ്പോൾ എൻ്റെ വാപ്പയും പാപ്പാപ്പയും ഉമ്മമ്മയും എല്ലാവരും ഉണ്ടേനെ. അങ്ങനെ കുപ്പായൊക്കെ മാറ്റില്ല സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. ഇബ്ബായി വന്നിട്ട് തന്നെ എക്സസൈസ് പാവം, ഞാൻ കൊക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഇപ്പം എന്തിനാ എക്സസൈസ് ചെയ്യുന്നത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് കേൾക്കാൻ. ഒക്കം വന്നൊരു വായിക്കുന്നിട്ടോ. എൻ്റെ കോഴിമുട്ട പോലത്തെ തല കാണാൻ ഞാൻ കമ്മിച്ചിട്ടിക്കണേ എന്നെ കോളം വലിയൊരു പാമ്പേ ചുറ്റിക്കണേ. ഇതിനാണ് എൻ്റെ കയ്യിലൊക്കെ കത്ത് ചേട്ടൻ മനസ്സിലാവില്ല. എന്തായാലും ഞാനെൻ്റെ കൊച്ചേരം കൂടി കേട്ടോ. നല്ല സുഖമുണ്ട്. പക്ഷെ ഇച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. എൻ്റെ തല മൊട്ടത്തലാക്കിയിട്ട് കോഴിമുട്ട പോലെ ആക്കി ഇച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. ചാടല്ല 2-3 വർഷം കഴിയുമ്പോൾ കൊച്ചു മുടിയൊക്കെ വരുന്നു. മമ്മി ഇങ്ങനെ പറയുന്നുണ്ടേന്. എന്നെ കാണാൻ ചന്തണ്ടോ? കോഴിമുട്ട വെച്ചിട്ട് 1 ഓംലേറ്റ് ഒന്നും അടിക്കണ്ടേ. ബൈ.